നിങ്ങളൊരു IPO അപ്ലൈ ചെയ്യുകയാണ്, കാരണം എല്ലാവരും IPO നല്ല ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്, നല്ല ട്രെൻഡിങ് ആണ്. പക്ഷേ നിങ്ങൾക്കറിയില്ല അത് എന്ത് കമ്പനിയാണ്, നിങ്ങളുടെ പൈസ എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ. ഞാൻ ഈ പറഞ്ഞ മിസ്റ്റേക്ക് മിക്ക ബിഗിനേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ IPO ലിസ്റ്റ് ചെയ്ത കമ്പനീനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്കൊരു വഴിയുണ്ട്. അതാണ് DRHP, ഡ്രാഫ്റ്റ് റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ്. ഇതൊരു ഡോക്യുമെൻ്റാണ് കമ്പനി സബ്മിറ്റ് ചെയ്യുന്ന IPO ലോഞ്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ. ഇതിൽ ആ കമ്പനീൻ്റെ ഫുൾ ഡീറ്റെയിൽ ഹിസ്റ്ററി മൊത്തം ഉണ്ടാവും. ലൈക്ക് അവരുടെ റവന്യൂ എത്ര, അവരുടെ ഡെപ്റ്റ്സ് എത്രയാണ്, അവരുടെ എക്സ്പാൻഷൻ പ്ലാൻ എന്തൊക്കെയാണ്, അവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ DRHPയിൽ ഉണ്ടാവും. ഇനി നിങ്ങളൊരു IPO അപ്ലൈ ചെയ്യുമ്പോൾ ആ IPOയുടെ കമ്പനി സ്ട്രോങ് ആണോ, റിസ്കി ആണോ, ആ കമ്പനി എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചാലഞ്ചസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത്, അവർക്ക് എന്തിനാണ് ഇപ്പോൾ പൈസയുടെ ആവശ്യം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഈ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ 400ഓളം പേജുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ഇത് മൊത്തം ഇരുന്ന് വായിക്കണം എന്നല്ല. നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫാക്ട്സ് ഞാൻ പറയാം. ഫസ്റ്റ് വൺ, റിസ്ക് ഫാക്ടർ. എത്രമാത്രം റിസ്ക് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് നമുക്കത് നോക്കിയാൽ മനസ്സിലാവും. സെക്കൻഡ് വൺ, ഫൈനാൻഷ്യൽസ്. ആ കമ്പനീൻ്റെ റവന്യൂ, ഡെപ്റ്റ്സ്, പ്രോഫിറ്റ്സ് എല്ലാം നമുക്കതൊന്ന് മനസ്സിലാവാം. ഇനി മൂന്നാമത്തെയാണ് മെയിൻ വൺ, വാട്ട് ദേ ഡു വിത്ത് ദ ഫണ്ട്സ്. എന്ന് വെച്ചാൽ IPOയിലേക്ക് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ പൈസ നേരെ കമ്പനിക്കാണ് പോകുന്നത്. അവർ ആ പൈസ കൊണ്ട് എന്താണ് ചെയ്യുന്നത്, ലൈക്ക് അതിനൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന്. ഇതൊക്കെ ഒന്ന് ബ്രീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ യൂസ് ChatGPT. അപ്പോൾ ഇനി മുതൽ ഡോണ്ട് ട്രസ്റ്റ് ഹൈപ്പ് ആൻഡ് ട്രെൻഡ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആ കമ്പനീനെ മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് DRHP.